ചെയ്ത് കാണിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇത്. നമ്മൾ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പഴവും അതുപോലെ തന്നെ മൈദയുമാണ്. ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ ചിക്കുട്ടാന്ന് തന്നെ ഇവിടെ കിട്ടുന്ന റോബസ്റ്റ് പോലത്തെ ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല നേന്ത്രപ്പഴത്തിനെക്കാട്ടും ഈ ഒരു ഡിഷിന് ടേസ്റ്റ് നമുക്ക് ചെറുപഴം യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 1/4 കപ്പ് അളവിലാണ് ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കുക. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഫ്ലേവറിനായിട്ട് ഞാനൊരു 2 ഏലക്കായും കൂടി ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ കുറച്ച് പൗഡറുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അതും കൂടെ ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് പൊടിച്ചിട്ടെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു പഴത്തിൻ്റെ ജ്യൂസിലേക്ക് നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഈ ഒരു ഇനി ഇടുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് അടിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ. ടോട്ടലി നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരുമിച്ചിടാതെ പകുതി ആയിട്ടാണ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് പതുക്കെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യരുത്. ആ ഒരു പഴത്തിൻ്റെ ജ്യൂസ് തന്നെ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യത്തിന് തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ചേർക്കുന്നത് ഒരു കൈപ്പിടി അളവ് തേങ്ങയാണ്. അതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണം അല്ലെങ്കിൽ കൂടുതൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു കൈപ്പിടി അളവിലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതിട്ടിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയിലാവുമ്പോൾ മൈദയും തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു ഏലക്കയും എല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒരു കറക്കിയിട്ടുണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞ് കിട്ടും കേട്ടോ. ബാറ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യണ നേരത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ അരിപ്പൊടിയും അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ധാരാളമാണ്, അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ലപോലെ പൊന്തിയൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പം ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. നല്ല എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ നുള്ളിയപ്പമൊക്കെ ഇടുന്ന പോലെ ഒന്നിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ഉള്ളു വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറൊക്കെ ആവും നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉള്ളിൽ ശരിക്കൊന്നും വേവില്ല. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു റെസിപ്പി വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണിത്. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ കുഴിയപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് തോന്നും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം. കാരണം ഇതിൻ്റെ പുറമെ ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴായാലും അതുപോലെ തന്നെ നോമ്പിനൊക്കെ ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്